പുതിയ പഴങ്ങൾ, എത്രായിരം പരശതം വിത്തുകളെ ലോകത്തിന് കൊടുത്തിട്ടുണ്ടാകും. ആ വിത്തുകള് എത്ര പരശരം, എത്ര സഹസ്രക്കണക്കിന് പഴങ്ങളെ ലോകത്തിന് കൊടുത്തിട്ടുണ്ടാകും. നാം മരിക്കും മുമ്പ് പറഞ്ഞു വെച്ച വാക്ക് ഇവിടെ അങ്ങനെ അലയടിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്ലേ, നമ്മളൊരു വാക്കും പ്രകൃതിയിൽ ഉച്ചരിക്കുന്നില്ല, അതെല്ലാം റെക്കോർഡഡാണ്, എല്ലാം റെക്കോർഡഡാണ്. പുതിയ AI സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് ശാസ്ത്രം ഇപ്പൊ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആശ്ചര്യജനകമായ ഒരു സത്യമുണ്ട്. എന്താണ്? നമ്മുടെ ജാമ്പവാന്റെ കാലത്ത് നമ്മുടെ 5ാമത്തെ വല്യപ്പ, 6ാമത്തെ വല്യപ്പ, അവരൊക്കെ പ്രകൃതിയിൽ പറഞ്ഞു പോയ വാക്കുകളെ, റേഡിയേഷൻ, ശബ്ദ തരംഗങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് റെക്കോർഡ് ചെയ്യാൻ, ആ ശബ്ദത്തെ അടുത്ത തലമുറകൾക്ക് കേൾപ്പിക്കാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇനി ലോകം കണ്ടെത്താനിരിക്കുകയാണ്. അപ്പൊ ഈ പ്രകൃതിയില് മനുഷ്യൻ പറഞ്ഞു വെച്ച ഓരോ വാക്കും ഇവിടെ തന്നെ അപ്പൂപ്പൻ താടി പോലെ, നിർവ്വാണം കിട്ടാത്ത പ്രേതം പോലെ അലഞ്ഞു തിരിയുന്നുണ്ട് എന്നർത്ഥം. നമ്മളൊന്ന് ചിന്തിച്ചോ. ഖുർആനിന്റെ ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കേണ്ട, അല്ലെ? അപ്പൊ ഈ വിനയത്തിലും ഈ മനുഷ്യന്റെ ഹൃദ്യമായ ഇടപെടലിലും കുടുംബത്തില് വലിയൊരു സ്ഥാനമുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ദാമ്പത്യത്തില് നല്ല മധുരം, ഹാപ്പിനെസ് ആണല്ലോ എല്ലായിടത്തും വേണ്ടത്. അവർക്ക് ശത്രുക്കളുണ്ടാവും, അവര് മിത്രങ്ങളെ മാത്രം സമ്പാദിക്കുമെന്നാണ്. അതൊരു വലിയൊരു പ്രണയമായി മാറി. അലി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, ഫാത്തിമത്തു സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി ലോകത്തോട് വിട പറഞ്ഞ് ശേഷക്രിയകളെല്ലാം നടന്ന് ഫാത്തിമ ബീവിയുടെ ഭൗതിക ശരീരം മദീനത്തെ ജന്നത്തുൽ ബഖീഇന്റെ 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് മണ്ണിട്ട് മൂടി ആ ഖബറിന്റെ പരിസരങ്ങളിൽ നിന്ന് ശേഷക്രിയകൾ പൂർത്തിയാക്കി സഹാബത്ത് എല്ലാവരും ഇറങ്ങിപ്പോയതിന്റെ ശേഷം ജന്നത്തുൽ ബഖീഇന്റെ വിജനമായ ശൂന്യമായ ഖബർസ്ഥാനിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ നൊമ്പരം കൊണ്ട് നിർഭരമായി പോയ കണ്ണുകളിലെ കണങ്ങള് ഫാത്തിമ ബീവിയുടെ ഖബറെടുത്ത് ആർദ്രമാക്കി എന്ന് ചരിത്രത്തിൽ കാണാം. ഈ എഫക്റ്റോട് കൂടെ ഈ മോണിറ്റർ ബാസ് വേണ്ട, വോളി ഒന്ന് കൂട്ടി തന്നാൽ മതി. അപ്പൊ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാര ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഒരു പ്രണയിതാവിനെ പോലെ പ്രണയിനിയായ ഫാത്തിമ ബീവിയെ പറ്റി ഖബറിനോട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഖബറേ, നിന്റെ മടിയിൽ